Forget your destination. Safia Travels, Bata, Riyadh. മധുരമന്ദഹാസം വിശുദ്ധ വചനമാദ്യമായവതരിച്ച മാസം വിശ്വമാകെ വിശ്വാസം പ്രഭവിതരീ വാസം ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന പുണ്യമാസം റമദാൻ പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇസ്ലാമും ആധുനിക സമൂഹവും എന്ന ഒരു വിഷയത്തിലൂന്നിയാണ് ഇന്ന് നാം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം അതിൻ്റെ പഞ്ചസ്തംഭങ്ങളാണ്. അതായത് ഇസ്ലാമിൻ്റെ 5 തൂണുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ തൂൺ വിശ്വാസമാണ്. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇന്ന് ആധുനിക സമൂഹത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ഇന്ന് നമുക്ക് എല്ലാമുണ്ട്. നമുക്ക് നല്ല വീടുകളുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, നല്ല അഡ്വാൻസ് ടെക്നോളജി ഉണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്, എല്ലാം ഉണ്ടെന്ന് നമുക്ക്. പക്ഷേ എല്ലാവർക്കും ഇല്ലാത്ത, അല്ലെങ്കിൽ പൊതുവെ എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് മനസ്സമാധാനം. പണമുണ്ട്, ഉറക്കമില്ല. ആരോഗ്യമുണ്ട്, പക്ഷേ അതിനെ വേണ്ട രീതിയിൽ ചെലവഴിക്കുന്നില്ല. അതുകൊണ്ട് മനസ്സമാധാനമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മനുഷ്യൻ മനസ്സമാധാനത്തിന് വേണ്ടി ആത്മീയതയിലേക്ക് തിരിയുന്നത്. ആത്മീയത എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്, ഒരു മനുഷ്യൻ അവനറിയാം അവൻ സത്യത്തിൽ ദുർബലനാണെന്ന്. ഒരു പനി പിടിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, ഒരു ഹൃദയാഘാതം വന്നാൽ അവൻ മരിച്ചു പോകുന്നു, ഒരു പനി പിടിച്ചാൽ അവൻ ക്ഷീണിച്ചു പോകുന്നു, ഒരു വയറിളക്കം വന്നാൽ അവൻ ക്ഷീണിച്ചു പോകുന്നു. അതിൽ നിന്ന് തന്നെ മനുഷ്യൻ മനസ്സിലാക്കുന്നു അവൻ അജയ്യനല്ല. അവന്റെ മുകളിൽ ആരോ ഒന്നുണ്ട്, അവനെ നിയന്ത്രിക്കുന്ന എന്തോ ഒരു ശക്തിയുണ്ട്. അപ്പോൾ അവൻ അന്വേഷിക്കുകയാണ്, ഞാൻ ആരാണ്? എന്നെ ആരാണ് സൃഷ്ടിച്ചത്? എന്നെ ആരാണ് നിയന്ത്രിക്കുന്നത്? എന്നെ എന്തിനാണ് ഈ ലോകത്തേക്ക് സൃഷ്ടിച്ച് അയച്ചിട്ടുള്ളത് എന്നുള്ള അവന്റെ അന്വേഷണം. ഈ അന്വേഷണത്തെയാണ് നാം ആത്മീയത എന്ന് പറയുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്നതുമായ ഒരു ഏരിയയാണ് ആത്മീയത. മനുഷ്യന്റെ ഈ അന്വേഷണത്തിൽ അവനോട് ആരെങ്കിലും പറയുകയാണ്, ഞാനാണ് നിന്റെ രക്ഷിതാവ്, എന്നിൽ നിന്നെ അർപ്പിക്കുക, ഞാൻ നിന്നെ സംരക്ഷിക്കും എന്നൊരാൾ പറയുമ്പോൾ നിഷ്കളങ്കനായ മനുഷ്യൻ, ആത്മീയതയുടെ ഈ അന്വേഷണമായി ഇറങ്ങിയ മനുഷ്യൻ, അവൻ അതിൽ വീണുപോകുന്നു. ഇത്തരം ആത്മീയ ചൂഷണങ്ങൾ പലപ്പോഴും സാമ്പത്തികവും ലൈംഗികവും സാമൂഹികവുമായ ഒരുപാട് ചൂഷണങ്ങൾ നമ്മുടെ മുമ്പിൽ നാം വ്യക്തമായി കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആത്മീയതയിലേക്ക് മനുഷ്യൻ എത്തുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ എത്തിപ്പെടേണ്ടത് അവൻ ഏക ദൈവ വിശ്വാസത്തിലാണ്. അള്ളാഹു ഖുർആനിലൂടെ വളരെ വ്യക്തമായി പറയുകയുണ്ടായി, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഞാനാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നവൻ, ഞാൻ എല്ലാത്തിനും മേലെ കഴിവുള്ളവനാണ്, നിങ്ങളുടെ എല്ലാ കഴിവുകളും ഞാൻ തന്നിട്ടുള്ളതാണ്. ആ അള്ളാഹു തന്നെ വീണ്ടും പറയുന്നു, ഞാൻ ഒരുവനാണ്. അതായത് ദൈവം ഒന്നേ ഉള്ളൂ. പല പല ആവശ്യങ്ങൾക്കും പല പല ദൈവങ്ങളല്ല, പല പല സംസ്ഥാനങ്ങൾക്കും പല പല ദൈവങ്ങളല്ല, പല പല രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ പല പല വ്യക്തികൾക്കും പല ദൈവങ്ങളല്ല, ആണിനും പെണ്ണിനും വേറെ, സമ്പത്തിന് വേറെ, അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങൾക്ക് ഓരോ ദൈവമല്ല. ദുനിയാവിലും ഇതിന് ശേഷമുള്ള ജീവിതത്തിനും
എല്ലാത്തിനും എല്ലാ ആവശ്യങ്ങൾക്കും ഒരേ ഒരു ദൈവം, അത് അള്ളാഹു വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ഈ വിശ്വാസം, അള്ളാഹുവാണ് ദൈവം, അള്ളാഹുവാണ് എന്നെ സൃഷ്ടിച്ചത്, അള്ളാഹു അല്ലെങ്കിൽ ദൈവം അവൻ ഒരുവനാണ് എന്നുള്ള വിശ്വാസം, അതോടൊപ്പം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവന്റെ പ്രവാചകനാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞു തന്നത്, നമ്മിലേക്ക് കൊണ്ടുവന്ന ഖുർആൻ അത് ദൈവത്തിന്റെ വാക്കുകളാണ്, അത് ദൈവം പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ലഭിച്ചതാണ് എന്നുള്ള, അള്ളാഹുവിന്റെ പ്രവാചകനാണ് മുഹമ്മദ് എന്നുള്ള വിശ്വാസം. ഇത് രണ്ടും ഒരു വ്യക്തി വിശ്വസിക്കുമ്പോഴാണ് അവൻ ഇസ്ലാമിന്റെ ആദ്യത്തെ പഞ്ചസ്തംഭം പൂർത്തിയാക്കുന്നത്. I can't be with my daughter always. Neither can I guide her now. I like this juice. Thank you. Oh, tell everyone how amazing she is. Yes, but I can give her all the comforts she would want in a new life. That's why I gifted her a complete range of Click-On. All she has to do is just a click. Introducing a complete range of quality electronics and home appliances. Click-On. Make it yours. Worldwide tour packages. All airline ticketing. Forget your destination. Safia Travels. Batha, Riyadh. പ്രിയപ്പെട്ടവരുടെ സ്വപ്ന സാക്ഷാത്കാരം, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ Shifa Al Jazeera Polyclinic. Batha, Riyadh, Saudi Arabia. രാത്രി മുഴുവൻ കമ്പ്യൂട്ടറിലോ സോഷ്യൽ നെറ്റ്വർക്കിലോ ഒക്കെ കഴിച്ചുകൂട്ടുകയും പകൽ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തിട്ട് പകൽ പൂർണ്ണമായും ഏതാണ്ട് പൂർണ്ണമായി തന്നെ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് രാത്രികാലങ്ങളിൽ തൊഴിലുള്ള സമയത്തിലെ ക്രമീകരണം കാരണം രാത്രികാലത്തൊക്കെ തൊഴിൽ ചെയ്തിട്ട് പകൽ സമയം മുഴുവൻ ഉറങ്ങുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. ഈ പ്രവണത നോമ്പിന്റെ ഫലത്തെ തന്നെ നശിപ്പിച്ചു കളയും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യം ഒരു നിർജ്ജലീകരണം ഉണ്ടാകുക എന്നതാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുക. ഈ നിർജ്ജലീകരണം ഉണ്ടായാൽ മാത്രമേ ഞാൻ സൂചിപ്പിച്ച ശരീരത്തിന് ഉണ്ടാകുന്ന ഹോർമോണുകളുടെ വ്യത്യാസവും ശരീരത്തിലെ മറ്റ് അവയവ വ്യവസ്ഥകളിലുണ്ടാകുന്ന വ്യതിയാനങ്ങളും ഗുണകരമായ മാറ്റങ്ങളും ഉണ്ടാകുകയുള്ളൂ. അല്ലാതെ പക്ഷം ഈ ശരീരത്തിന് യാതൊരു ആയാസവും ഉണ്ടാകാത്ത അവസ്ഥയാണ്. ഇത്തരത്തിൽ കിടന്നു ഉറങ്ങി നോമ്പ് അവസാനിപ്പിക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഉണ്ടാവില്ല, ശരീരത്തിനും ഉണ്ടാവില്ല, മനസ്സിലും ഉണ്ടാവില്ല. അതുകൊണ്ടുള്ള ഉദ്ദേശലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാനും കഴിയില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകൾ രാത്രി സമയം കുറച്ച് വിശ്രമം എടുക്കുകയാണ് വേണ്ടത്. ശരിയായ വിശ്രമം എടുത്തതിന് ശേഷം പകൽ സമയത്ത് സാധാരണ പ്രവർത്തികളിൽ നമ്മൾ മുഴുകണം. പ്രത്യേകിച്ച് കേരളത്തിലോ മറ്റോ ഒക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ ദൈനംദിന ജീവിതം തുടർന്നു പോവുകയാണ് പതിവ്. നമ്മൾ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ദിനചര്യ അവിടെ ജോലി ക്രമീകരണത്തിനൊന്നും വലിയ വ്യത്യാസമില്ലാത്തതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ പകൽ തന്നെയാണ് നമ്മുടെ പ്രവൃത്തി സമയവും. പക്ഷെ ഇവിടത്തെ സംബന്ധിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ ജോലി സമയത്തിൻ്റെ ഈ ക്രമീകരണം കാരണം പകൽ സമയത്ത് വിശ്രമിക്കുകയും ഈ വിശ്രമം പലപ്പോഴും ഉറങ്ങുവാൻ വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. എങ്കിൽ മാത്രമേ ഉദ്ദേശിച്ച ഫലം നോമ്പുകാരന് കിട്ടുകയുള്ളൂ. ഈ ടോർച്ച് കൊണ്ട് 6 വരെ അടിക്കാം. മേഡം, ഈ ടോർച്ച് കൊണ്ട് കറുത്ത വാവിൽ ചന്ദ്രന് വരക്കാം. ഹലോ മേഡം, 6 അടിക്കാൻ പറ്റില്ല, ചന്ദ്രനിൽ പോകാനും പറ്റില്ല. ഈ ടോർച്ച് നിങ്ങൾക്ക് വെളിച്ചം തരും. ക്ലിക്ക് ഓൺ പെർഫെക്റ്റ് ലൈറ്റ്. Innovator of double reflectors and world's largest seller of Alexa series flashlights. Click on, make it yours. Anna Digital, Batha, Riyadh. അമ്മയാവാൻ പോകുന്നറിഞ്ഞിട്ടും നീ എന്താ വല്ലാതിരിക്കുന്നത്? അല്ല, ആദ്യത്തെ കുഞ്ഞല്ലേ, ഗർഭശുശ്രൂഷ നാട്ടിലാക്കിയാലോ എന്നൊരു തോന്നൽ. അപ്പൊ അത്രയും ദിവസം നമ്മൾ തമ്മിൽ പിരിഞ്ഞിരിക്കേണ്ടി വരില്ലേ? ഇവിടുത്തെ ആശുപത്രിയിലെ പരിചരണം പിന്നെ ചെലവുകളും ഒക്കെ ഓർക്കുമ്പോ റിസ്ക് അല്ലേ? അതോർത്ത് നീ വിഷമിക്കണ്ട. അതിനല്ലേ ഷിഫ അൽ ജസീറ. Shifa Al Jazeera Polyclinic. Batha, Riyadh, Saudi Arabia. പുണ്യമാസത്തിലെ പുണ്യഗീതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി
റിയാദിലെ അറിയപ്പെടുന്ന ഒരു ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ പേര് തങ്കച്ചൻ. അദ്ദേഹവും കുടുംബവും ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. തങ്കച്ചൻ, എത്ര വർഷമായി സൗദി അറേബ്യയിൽ? ഞാനിപ്പോൾ 18 വർഷത്തോളമായി സൗദി അറേബ്യയിൽ. എന്താണ് പേര് പറഞ്ഞോളൂ? വിക്ടോറിയ. വിക്ടോറിയ. എവിടെ, നാട്ടിലെവിടെയാണ്? കോട്ടയം. തങ്കച്ചൻ നാട്ടില് വയനാടാണ്. മക്കളുടെ പേരെന്താണ്? മൂത്തയാള് അജയ്, രണ്ടാമത്തെ ആള് ആൽവിൻ. പിന്നെ അച്ഛനെ പോലെ പാട്ടുണ്ടോ അവർക്ക്? ചെറുതായിട്ടൊക്കെ പാടും. അച്ഛന്റെ പാട്ടൊക്കെ വളരെ ഇഷ്ടമായിട്ട് ആസ്വദിക്കാറുണ്ടോ? ഉണ്ട് അല്ലേ. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പാടുന്ന പാട്ട് ഏതാണ്? അള്ളാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂൽ എന്ന് പറഞ്ഞ ഒരു ഗാനമാണ് പാടുന്നത്. MG ശ്രീകുമാർ പാടിയ ഒരു ഗാനമാണ്. അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല്, ഈ 7 ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്. അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല്, ഈ 7 ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്. നേരായ ദീനിൽ കീർത്തിയോതി ആറ്റൽ റസൂല്, ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്. റസൂലേ റസൂലേ ശറഫാം നൂറേ ജമാലേ പൊലിവാം ഖൈറേ, യാ സയ്യിദി ഹബീബി യാ ഹാഷിമി നസീബി, ഈ ആലമാകെ പോരിശയായി തീർന്ന റസൂലേ. അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല്, ഈ 7 ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്. നേരായ ദീനിൽ കീർത്തിയോതി ആറ്റൽ റസൂല്, ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്. വാനങ്ങളേഴുമേറി ഏകരാവിലെ, ആരാരും കൽക്ക് എത്തിടാത്ത ഹൃത്തില്, യാ നബി അസ്സലാം യാ റസൂൽ അസ്സലാം. ജഗമാകെ മുസ്തലാര് ജയമേകിയുള്ള വീര്, മഹമൂദ് ഖാസിമോരെ മബ്രൂർ തങ്ങളാരേ, യാ നബി പുതിലെങ്കും തങ്കശോഭ മതിമങ്കും തിങ്കൾ തൂപ, മികവേറും സ്വർഗസ്ഥാനം വാഴും നേരിൽ തമീമ. അല്ലാഹുവിന്റെ ദൂതരായ ത്വാഹ റസൂല്, ഈ 7 ലോകം വാഴ്ത്തിടുന്ന സ്നേഹ റസൂല്. നേരായ ദീനിൽ കീർത്തിയോതി ആറ്റൽ റസൂല്, ഈ ഹക്കിലേക്ക് തൂവെളിച്ചം കാട്ടി റസൂല്. ഉറ്റോരും നഫ്സി എന്ന് കേഴും നാളില്, ഉമ്മത്തികൾക്ക് ഷാഫിയാകും കാമില്, യാ നബി അസ്സലാം യാ റസൂൽ അസ്സലാം. മദ്ഹേറും വെണ്ണിലാവേ മഹത്വം നിറഞ്ഞ പൂവേ, മശ്കത്ത് മാറ്റിയോരേ മുഹിവേറ്റം മെച്ച ജീവേ, യാ ഹബീബ് അസ്സലാം
കലിമുത്തുരുത്ത ഫഹറ് കനിവുറ്റ സയ്യിദാര് ഹസനത്തിൽ മൂർത്തിയുള്ള നാദർ മുത്ത് റസൂല്. തങ്കച്ചനും ഈ ഫാമിലിയും ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ ക്ഷണിച്ച് ഇവിടെ എത്തി ഞങ്ങളോട് ഇത്രയും നേരം സഹകരിച്ചതിന് തങ്കച്ചനും ഫാമിലിക്കും എല്ലാവർക്കും നന്ദി. Forget your destination. Safia Travels.